No good. You go to this area. Busy. Yes, this area. Bengaluru, Kerala, Chennai. Only green. This is called God's own country. Proud to be a Malayali. നാട്ടിലത്തെ ട്രെയിൻ പോലൊന്നുമില്ല. ഇവിടെ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയത് പോലെ. സമയം 6:15 ഇവിടുത്തെ. അപ്പോഴൊരു ലോക്കൽ ട്രെയിൻ നിർത്തിയിട്ടുണ്ട്. അത് കാഴ്ച ഉണ്ടാക്കി. നമ്മുടെ നാട്ടിലെ ട്രെയിനിൽ വ്യത്യസ്തമായിട്ട് നല്ല വൃത്തിയുണ്ട്. ബാത്റൂമൊക്കെ അങ്ങനെ മണമൊന്നുമില്ല. അതുപോലെ കമ്പാർട്ട്മെൻ്റൊക്കെ വളരെ ചെറുതാണ്. ഇതിനിപ്പോൾ കാണില്ല, ആകെ ഇത്രയേ ഉള്ളൂ. അപ്പം ഒരു മുറി പോലെ, ഒരു കൂപ്പ പോലെയാണ് ഓരോ കമ്പാർട്ട്മെൻറ്റ് വരുന്നത്. നല്ല വൃത്തിയുണ്ട്, നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നല്ല കുഷ്യനുള്ള സീറ്റാണ്. അതുപോലെ മുകളിൽ സ്പേസ് ഉണ്ട്. അവിടെ വേണം നമുക്ക് കയറി കിടന്നുറങ്ങുകയും ചെയ്യാം. പിന്നെ ആൾക്കാരാണെങ്കിൽ നല്ല ഫ്രണ്ട്ലിയാണ്, വേറെ വിഷയമൊന്നുമില്ല, നല്ല സുഖമാണ്. എനിക്ക് വന്ന ഡിന്നറാണ്. സ്പൂണില്ല, പകരം ഈ ഒരു സാധനം മാത്രം. ഇതുകൊണ്ട് ഞാൻ എങ്ങനെ കഴിക്കാനിത്? ഓംലേറ്റും അതുപോലെ ചിക്കൻ നൂഡിൽസും. നമ്മളിതിന് എക്സ്ട്രാ പേ ചെയ്യണം കേട്ടോ. നാട്ടിലത്തെ 100 രൂപയാണ് ചാർജ് വരുന്നത്. പക്ഷെ കഴിക്കാനാണ് തിരിയാത്തത്. അവർ വന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചു. എന്താ നമ്മള് അറിഞ്ഞിട്ടില്ല.
സമയം 8:23 നമ്മളിപ്പോൾ യങ്കൂൺ എത്താറായി. ഞാൻ പിന്നെ സംസാരിക്കാതിരുന്നത് ഈ ട്രെയിനിൻ്റെ ശബ്ദത്തിനിടെ നിങ്ങൾക്കൊന്ന് കേൾക്കില്ലെന്ന് വിചാരിച്ചിട്ടാ. ഇപ്പം പുറത്ത് നല്ല വെടിക്കെട്ടി കാഴ്ചകളുണ്ട്, ഞാൻ കാണിച്ചിടാം. തനി ഗ്രാമപ്രദേശങ്ങൾ കേട്ടോ. പിന്നെ വീടുകളൊക്കെ നോക്കിയാൽ കുറച്ച് ലോങ് കാണാം. ചുമരൊന്നുമില്ല, ഈ പുല്ലും അതുപോലെ ഈ പനയുടെ ഇലയൊക്കെ വെച്ചിട്ടുള്ള ചുമരും പിന്നെ ഷീറ്റൊക്കെ വെച്ചിട്ടുള്ള ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, ഇവിടെ ഉള്ള വീടുകളൊക്കെ ഭൂനിരപ്പിൽ നിന്ന് തൂണ് വെച്ചിട്ട് പൊക്കിയിട്ട് നിർമ്മിച്ചിട്ടുള്ളത്. കാരണം വെള്ളം കയറാം, പാടങ്ങളാണ്, ഏത് നിമിഷവും വെള്ളം കയറാന്നുള്ള രീതിയിൽ. ഏതെല്ലാം യങ്കൂണിൽ നമുക്കൊരു ലോക്കലിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം മൂപ്പരുടെ സഹായത്തോടു കൂടി കുറച്ച് ഗ്രാമങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അറിയാലോ. എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ലോക്കൽ വരുന്നുണ്ട്, ബർമീസ്. അപ്പോൾ അവനുമായിട്ട് സംസാരിച്ചപ്പോൾ കണ്ടത് എൻ്റെ സൗണ്ട് അവന് മനസ്സിലാകുന്നില്ല. വളരെ കഷ്ടപ്പാടാണ് ഇത്, നമ്മൾ വിചാരിച്ച പോലില്ല. ശബ്ദമില്ലാതെ നമുക്ക് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. സമയം 9:15. നമ്മളിപ്പോൾ യങ്കൂണെത്തി. സോ വൈകുന്നേരത്ത് പുറത്തിറങ്ങിയിട്ട് പുറത്തെ കാലത്തൊക്കെ നമ്മൾ ഫ്രണ്ടിനൊന്ന് തപ്പിപ്പിടിക്കണം. അവനെ എങ്ങനെ തപ്പിപ്പിടിക്കാറില്ല. വിളിച്ചോ കൂടെ പുറത്തെവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. ഈ ഒരു സ്റ്റേഷൻ്റെ ഒരു ഇത് സോ മുപ്പര് വരുന്നുണ്ട്. എപ്പോൾ വിളിച്ചു വരുന്നുണ്ട്. ഒന്നാമത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല. അപ്പം നമ്മൾ ട്രെയിനിൽ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ലേ, ഇതാണ് സഹായിക്കുന്നത്.
ആളെ കിട്ടിയിട്ടുണ്ട്. പിന്നെ പരിചയപ്പെടാം കേട്ടോ, വരുന്ന വഴിക്ക് പരിചയപ്പെടാം. ഓക്കെ. ഗൈസ്, ഇതാണ് റൂം. ഡബിൾ ബെഡ്റൂമാണ്. പിന്നെ നമുക്ക് AC ഉണ്ട്, അതുപോലെ TV സൗകര്യങ്ങളിലുണ്ട്. യങ്കൂണിൽ റൂം റെൻറ്റ് വളരെ കൂടുതലാണ്. ഈ സാധനത്തിന് ഏകദേശം റൂം റെൻറ്റ് വരുന്നത് 40-50 റൂം റെൻറ്റ് വരുന്നത്. ഇന്ത്യൻ റുപ്പീസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു 2000-2500 രൂപ. പക്ഷേ ഇങ്ങനെ ആയിരിക്കുന്ന മഹാങ്ങണ്ടോ അവനെ റെൻറ്റ് കൊടുത്തത്. ഞാൻ കൊടുത്തു ഒരു 20,000 അടുത്ത് ഞാൻ കൊടുത്തു. ഒരു 1000 രൂപ ഞാൻ കൊടുത്തിരുന്നു. അപ്പം ബാക്കി 30 കൊടുത്തു അപ്പോഴത്തേക്കും. പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ട്, നമ്മൾ വീഡിയോസൊക്കെ ആണ്, സെമീർ എന്ന് പറഞ്ഞിട്ട്. അവൻ്റെ ഫ്രണ്ടാണ്. ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കാണിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു ദിവസം ഇവിടെ ഉണ്ടാവും. നാളെ രാവിലെ ഇവിടെ നിന്ന് തായ്ലൻഡ് ബോർഡറിലേക്ക് പോകും. ഓക്കെ. നല്ല കുളിച്ച് ഫ്രഷായിട്ട് വരും. ഞങ്ങളൊന്ന് പുറത്തേക്ക് പോവാണ്, ചായ പിടിക്കാനും അതുപോലെ ഇവിടെ 2-3 സ്ഥലങ്ങൾ കാണാനും വേണ്ടിയിട്ട്. ഓക്കെ. സോ മൂപ്പരുടെ വണ്ടിയിലാണ് പോകുന്നത്. മൂപ്പരുടെ ഇദ്ദേഹത്തിൻ്റെ ഫ്രണ്ടാണ്. മൂപ്പരുടെ ടാക്സി ഉണ്ട്, പക്ഷേ പൈസ കൊടുക്കൊന്നും വേണം. എന്താ പറയുക, ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ബേസിൽ വരുന്ന നമ്മളൊക്കെ ചായ കുടിക്കാനാണ് പോണത്. ഓക്കെ. ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത് മസാല ദോശയാണ്, നമ്മുടെ നാട്ടിലെ അതേ സ്റ്റൈല്. ഇത് കേട്ടോ, ഇത് നല്ല മധുരമുണ്ട്. ചപ്പാത്തിയാണ്, പക്ഷെ മധുരമുണ്ട്. ഇതൊക്കെ കോംപ്ലിമെൻ്ററി ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മുടെ നാട്ടിലത്തെ അപ്പല്ലേ അതുപോലത്തെ. ചായ ആണെങ്കിൽ സൂപ്പറാണ്, അടിപൊളി ടേസ്റ്റാണ്. കഴിച്ചു കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഫുഡ് കഴിച്ചു കഴിഞ്ഞു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ ക്യാമറയുടെ എനിക്ക് ഡിൻസ് ഗിഫ്റ്റ് തന്നില്ല, അതിൻ്റെ ഒരു സൈഡ് ചെറിയ സ്റ്റിച്ച് വിട്ടുപോയി, നല്ല കുളത്തി വലിച്ചിട്ട്. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ 1 മണിയാകുമ്പം ഒരു സർപ്രൈസ് ഉണ്ട് നിങ്ങൾക്ക്. കാരണം ഇന്ന് ഞാൻ കറങ്ങാൻ പോകുന്ന വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയാണ്. എന്താ ഞാൻ പറയുന്നില്ല. 1 മണിക്കൊക്കെ സാധനം റെഡിയായിട്ട് റൂമിലെടുത്തെത്തും. ഇവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഹാപ്പി, അടിപൊളിയാണ്, സൂപ്പറാണ്. തുടങ്ങല്ലേ ഇന്നത്തെ കറക്കം. നമ്മളിപ്പോൾ ഉള്ളത് യങ്കൂണിലെ നമ്മുടെ അവസാന മുഗൾ ചക്രവർത്തിയായ ബഹദൂർ ഷാ സഫറിൻ്റെ കബറിടത്തിലാണ്. അവരുടെ ദർഗയിലാണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം 1862 ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും, ഇദ്ദേഹം അവസാന മുഗൾ ചക്രവർത്തിയാണ്, ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാർ കേസിൽ ചാർജിൽ കൊടുക്കിയിട്ട് ഈ ബർമയിലേക്ക് കൊണ്ടുവന്ന് ഇവിടുന്ന് കൊല ചെയ്യുകയാണ് ചെയ്തത്. ഇവിടുന്ന് വധിച്ചു. അപ്പം ആ ഒരു വ്യക്തിയുടെ, ആ ഒരു മഹാൻ്റെ ശവകുടീരം അല്ലെങ്കിൽ ഖബർസ്ഥാൻ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിൻ്റെ ഉൾവശം കാണിച്ചത്.
ഗൈസ്, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഖബർ കേട്ടോ. ഈ സ്ഥിതി ഇതാണ്. ശരിക്കും വളരെ സന്തോഷമുണ്ട്. കാരണം ഒരു ഇന്ത്യൻ ഭരണാധികാരി, ഇന്ത്യൻ ചക്രവർത്തി, അതും ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട മുഗൾ രാജവംശത്തിൻ്റെ ചക്രവർത്തിയായ ഇദ്ദേഹത്തിന് ഇവിടെ വേറൊരു രാജ്യത്ത്, മ്യാൻമറിൽ അല്ലെങ്കിൽ പണ്ടത്തെ ബർമയിൽ ഇങ്ങനെ ഒരു ഖബർസ്ഥാനിൽ ഒരു ദർഗ ഉണ്ടാക്കിയിട്ട് ഇത്രയധികം പ്രാധാന്യത്തോട് കൂടിയിട്ട് ജനങ്ങളൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ ആ ചക്രവർത്തിക്ക് ഈ നാട്ടുകാർ കൊടുക്കുന്ന സ്നേഹം, ഒരു പരിഗണന, ഒരു ആദരവ്, അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ സന്തോഷം കേട്ടോ. ശരിക്കും ആ മോറയിലെ തമിഴന്മാരുടെ വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ അകത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ടെന്ന്. ഇവിടെയും അത് തന്നെയാണ് കിട്ടുന്നത്. നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്, നല്ല അറ്റ്മോസ്ഫിയർ. എന്താ പറയുക, എന്താ അറിയില്ല, മനസ്സിലൊരുപാട് സന്തോഷം വരുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോൾ. സോ പതിവ് പരിപാടി തന്നെ, ഏത് രാജ്യത്ത് പോയാലും സുവനീർ വാങ്ങാൻ മറന്നു പോകരുത്. കാരണം നമുക്ക് എപ്പോഴും ഓർമ്മയ്ക്ക് വേണ്ടി എടുത്തു വെക്കേണ്ടതാണ്. ഇതിൻ്റെ വില 2000, നാട്ടിലത്തെ 100 രൂപ, മാന്യമായ വില കേട്ടോ. ഇത് ഇവിടുത്തെ ഫേമസ് ഗോൾഡ് സുഖാട്ടോ. മൊത്തം സ്വർണം, അതുപോലെ ഈ ജെംസിലെ കല്ലിനൊക്കെ ഒരു മാർക്കറ്റ്. പുതിയൊരു വീട് എടുത്തിട്ട് ആ വീട്ടിൽ കൂടുതലിൻ്റെ പരിപാടിക്ക് നിൽക്കുന്ന ആളാണെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ പെട്ടുപോകും. കാരണം മരം കൊണ്ട് ഉണ്ടാക്കിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മൊത്തം നോക്കിയാൽ കംപ്ലീറ്റ് ഒരു വീട് ഡെക്കറേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത്രയ്ക്കും സൂപ്പറാണ്. എല്ലാ മൃഗങ്ങളുടെയും അധികമുള്ളത് ആനയുടെ മാനിൻ്റെ ഒക്കെ കുതിര ഒക്കെ മരത്തിലുണ്ടാക്കിയ ഡിസൈൻസാണ്. പിന്നെ ചെറിയ ആണെന്നില്ലേ, ഇതൊക്കെ നോക്കിയാൽ കംപ്ലീറ്റ് മരത്തിലുണ്ടാക്കിയതാണ്. അതുപോലെ പ്ലേറ്റ്സ്, മരത്തിൻ്റെ പ്ലേറ്റുകൾ, പാത്രങ്ങൾ, ഗ്ലാസ്, ഡ്രാഗൻ്റെ ഡിസൈനുള്ള ചായക്കപ്പുകൾ. സൂപ്പർ കേട്ടോ, അടിപൊളി സംഭവങ്ങൾ. ഞാൻ ഭൂട്ടാനിലെ ഡ്രസ്സ് കാണിച്ചിട്ടില്ല ഞങ്ങൾക്ക്, ഭൂട്ടാൻ ലേഡീസിൻ്റെ. പക്ഷെ ബർമയിലെ ഡ്രസ്സ് കുറച്ച് മാറ്റമാണ്. അവിടെ ഈ ലേഡീസൊക്കെ ഉപയോഗിക്കുന്നത് മുണ്ട് തന്നെ, പക്ഷേ ഈ ഒരു കാലിൻ്റെ മുട്ടിന് താഴെ വരുന്ന മുണ്ട്, പ്രത്യേക തരത്തിലുള്ള ലുങ്കി, അതാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ബോയ്സ് ആണെങ്കിൽ ഇതാണ് ഡ്രസ്സ്, സാധാരണ ലുങ്കി തന്നെ, പക്ഷേങ്കിൽ പീസല്ലാതെ ജോയിൻ്റ് ആയിട്ട് വന്ന ലുങ്കി, അത് കെട്ടിയിടുന്ന സ്റ്റൈലാണ്. അതിങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന സൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ട്.
ഇത് ഇവിടുത്തെ ലേഡീസിൻ്റെ വേറൊരു ട്രഡീഷണൽ ഡ്രസ്സ് കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ്. പിന്നെ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് ചുവപ്പും പച്ച നീലൊക്കെ ആയിട്ട് അവളിട്ടിട്ടില്ലേ അതിൻ്റെ സാധനം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഒരു വണ്ടി എന്നെ കറക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന്. ഇതാണ് കേട്ടോ സാധനം, മെഴ്സിഡീസ് ബെൻസ്. ഡീറ്റെയിൽസ് പറഞ്ഞിടാം. ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ആ വണ്ടിയുടെ മുതലാളി ഇവിടുത്തെ മെയിൻ ബിസിനസ്മാനാണ്. ചെറുതല്ലാത്ത വലിയൊരു നരിയാണ്. അപ്പം മൂപ്പരോട് പറഞ്ഞു വണ്ടി ഷൂട്ട് ചെയ്ത് കുഴപ്പമില്ല, ഇതാണ് വണ്ടി, പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ഷൂട്ട് ചെയ്യാൻ പാടില്ല. കാരണം മൂപ്പര് മെയിൻ ബിസിനസ്മാനാണ്, അവർക്ക് പ്രൈവസി വേണം. അത് നല്ലൊരു കാര്യമാണ്. കാരണം പിന്നെ നമ്മളതിനെ അവരെ ബുദ്ധിമുട്ടിക്കുന്നല്ലേ, വെറുതെ ഷൂട്ട് ചെയ്തിട്ട് തൊപ്പി എടുത്തിട്ട് ക്യാമറ കവർ ചെയ്ത കേട്ടോ. കാരണം നല്ല മഴ പെയ്യുന്നുണ്ട്. അവിടുന്ന് ജ്യൂസ് കുടിച്ചു, എനിക്ക് പെപ്സി, അവർ കുറച്ച് ഡ്രിങ്ക്സ് കഴിച്ചു. പിന്നെ പ്രശ്നം എന്താ വെച്ചാൽ അവരുടെ ഫേസ് കാണിക്കാൻ പറ്റില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവർ കാണിക്കണമെന്ന് തന്നെയാണ് പറഞ്ഞത്, വെറുതെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ. കാരണം കണ്ടറിയാം ഇവിടുത്തെ അത്രയ്ക്ക് റിച്ച് പീപ്പിൾസാണ്. അപ്പം എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ റൂമിലേക്ക് പോകണേ. അവിടുന്ന് ഒരു മൂപ്പര് മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഉച്ചശേഷം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പര് ബുദ്ധിസ്റ്റാണ് കേട്ടോ, വളരെ നല്ല മനുഷ്യനാണ്. ബുദ്ധിസ്റ്റുകൾ നമ്മൾ വിചാരിച്ചവരുന്നില്ല, നല്ല അടിപൊളിയായിട്ട് ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ട്. വൈകുന്നേരം വന്ന് എന്നെയും കൂട്ടി ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം വൈകുന്നേരത്തെ കാഴ്ചകളാണ്. സമയം ഇപ്പോൾ ഒരു 5:15. അദ്ദേഹത്തിന് വേറൊരു ഫ്രണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് റോമിന് വേണ്ടി പോകുന്നത്, കാരണം ഇന്നും കൂടി ഇവിടെ ഉണ്ടാവും. നാളെ രാവിലെ ഇവിടുന്ന് തായ്ലൻഡ് ബോർഡറിലേക്ക് പോകും. സോ ജസ്റ്റ് ഒന്ന് റോമിയായിട്ട് വീഡിയോസ് കാണിച്ചു കേട്ടോ. വണ്ടി വാഷ് ചെയ്യാൻ വന്നിട്ടുള്ളത്, അവിടെ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ അപ്പുറത്തേക്ക് ചാവടിക്കാൻ വേണ്ടി പോകും. സോ കോഫി അടിച്ചു, വണ്ടി വാഷിങ് കംപ്ലീറ്റ് ആയി. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പോകും കേട്ടോ. ഓക്കെ, നേരം വെളുത്തിട്ട് എന്നെ കൂട്ടാൻ വരുന്ന 4ാമത്തെ വണ്ടി പുറത്ത് വന്നിട്ടുണ്ട്. രാവിലെ എന്നെ കൂട്ടാൻ വന്ന വണ്ടി, 2ാമത് ആ ഒരു ബെൻസ്, 3ാമത് നേരത്തെ കണ്ട വൈറ്റ് വണ്ടി. വേറൊരുത്തരും കൂടി വന്നിട്ടുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്താ പറയുക, ഞാനിവിടെ വന്ന് അറിഞ്ഞിട്ട്, എന്നെ അറിയില്ല, മലയാളിയാണെന്നറിയാം, ഞാനിവിടെ വന്ന് അറിഞ്ഞ് എന്നെ കാണാനും കൂട്ടാനും കൂടെ വന്നത്. അതൊരു ടാക്സി കേട്ടോ, പക്ഷെ എന്നാലും മൂപ്പരുടെ ഫ്രണ്ടാണ്. നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു പാർക്കിലേക്കാണ്. പിന്നെ സാധാരണ പാർക്കിലൊന്നും ഞാൻ പോകാറില്ല, പക്ഷെ ഇവർ പറഞ്ഞത് എന്തായാലും പോകണം, കാണേണ്ട സ്ഥലമാണെന്നൊക്കെ പറഞ്ഞത്. ഇതാണ് ആ ഒരു പാർക്ക്, കണ്ടില്ലേ, ഇത് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ്. സോ അതുകൊണ്ട് കൂടിയാണ് പോകുന്നത്. സംഭവം ഇതൊരു പുഴയാണ്, പുഴയിലൊരു തടാകമാണ്. ഒരുപാട് ആൾക്കാരുണ്ട്, നിറച്ചും ആൾക്കാരുണ്ട്, ഫാമിലീസ് ഉണ്ട്, ഏറ്റവും കൂടുതൽ ലവേഴ്സ് കേട്ടോ. പല സ്ഥലങ്ങളിലുണ്ട്. അപ്പം നല്ല അറ്റ്മോസ്ഫിയറാണ്, കുടുംബമായിട്ടൊക്കെ വരാം, ഇവിടെ ഇരിക്കാം, ഫുഡ് കഴിക്കാം. അതുപോലെ കംപ്ലീറ്റ് ഗവൺമെൻറ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല നല്ല വൃത്തിയായിട്ട്. വേസ്റ്റ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ മൊത്തമായിട്ട് കാണിച്ചു. ലവേഴ്സിനൊക്കെ വരാൻ പറ്റിയ സ്ഥലം കേട്ടോ, കംപ്ലീറ്റ് ലവേഴ്സാണ്. കംപ്ലീറ്റ് മീൻസ് 100-ൽ 99.9.9 ലവേഴ്സാണ്. നമ്മളെപ്പോലത്തെ പാവപ്പെട്ടവരേ ഉള്ളൂ ഇവിടെ ബാച്ചിലറായിട്ട് വരുന്നത്. എവിടെയും എല്ലാ മുക്കിലും മൂലയിലും നോക്കിയാൽ കാണാം, കംപ്ലീറ്റ് ലവേഴ്സാണ്. നല്ല സ്വീറ്റ് പ്ലേസ് കേട്ടോ, നല്ല അറ്റ്മോസ്ഫിയറാണ്, നല്ല ക്ലൈമറ്റ്, പാർക്ക്, അതുപോലെ പിന്നെ വെള്ളം,
അപ്പോൾ ഒരു ലവേഴ്സിനൊക്കെ വന്നിരുന്ന് സല്ലപിക്കാൻ പറ്റിയ സ്ഥലമാണ്. അടുത്ത ഫ്ലൈറ്റിനെ കയറി വിട്ടു മ്യാൻമറിലേക്ക്. സോ അത് കഴിഞ്ഞു തിരിച്ചു പോവാണ്. ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. റൂമിലേക്ക് പോകണം, ഫുഡ് കഴിക്കണം, കിടന്നുറങ്ങണം. നാളെ ഞാൻ ഇവിടുത്തെ തായ്ലൻഡിലേക്ക് പോവാണ്. വേറൊന്നുമല്ല, ഇവിടെ കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല, കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പം ഇവിടെ അധികം സ്റ്റേ ചെയ്തിട്ടും കാര്യമില്ല. ഞാനത് എൻ്റെ ആദരിക്ക് പറഞ്ഞു കേട്ടോ. ട്വിൻസ് കേട്ടോ, ഞാൻ ഭയങ്കര സംശയിപ്പോയി. നമ്മുടെ ഫുഡ് വാങ്ങാൻ വേണ്ടി വന്നതാ, രണ്ടും ഒരുപോലെ. സമയം ഒരു 9:30 മണിയായി. ഹോട്ടലിൽ തന്നെ ഉള്ളത്. രാവിലെ 7 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു ഞാൻ. ഇവിടെ ഇപ്പോൾ ഒരു 11:30-12 മണിയാകുമ്പോഴേക്കും റൂം ചെക്ക് ഔട്ട് ചെയ്യണം. ഇന്നലെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി, പിന്നെ ബാറ്ററി ഒക്കെ ഡൗൺ. അത് ഞാൻ പിന്നെ ഓവർ റെക്കോർഡ് ചെയ്തിട്ടായി. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ 7 മണിക്ക് ഞാൻ ബാഗൊക്കെ പാക്കറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ പുറത്ത് നല്ല മഴയാണ്. ഓക്കെ, നല്ല മഴ പെയ്യുന്നുണ്ട്. മഴ കൊണ്ട് പണി കിട്ടുമെന്നൊരു പേടി. ഇന്നത്തെ പ്ലാനിങ് എത്രയേ ഉള്ളൂ. ഇന്ന് ഇവിടുന്ന് തായ്ലൻഡ് ബോർഡറിലേക്കാണ് പോകേണ്ടത്. ഏകദേശം 270 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. സോ എങ്ങനെ പോകാമെന്ന് പ്ലാനില്ല. പിന്നെ മ്യാൻമറിൽ ഹൈക്കിങ്ങിന് കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഞാനിപ്പോൾ വന്ന ബോർഡർ എന്ന് വെച്ചാൽ ഭയങ്കര ഡേഞ്ചർ ബോർഡറാണ്. ഒരുപാട് ഡ്രഗ്സ് ഡീലേഴ്സൊക്കെ ഡ്രഗിൻ്റെ ഐറ്റംസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഓരോ പോകുന്ന വണ്ടികളൊക്കെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ചൊരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ്. ഉപമിച്ചത് നമ്മുടെ USA മെക്സിക്കോ ബോർഡർ എന്നൊക്കെയാണ് പറയുന്നത്. എനിക്കറിയില്ല സത്യം. കാരണം ഇന്നലെ എന്നെ ഒപ്പം വന്ന അവരൊക്കെ പറഞ്ഞൊരു കാര്യം. ഒരു 10-11 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാക്സിമം ഒന്ന് പിന്നെ മഴ ഒന്ന് ജസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നേരെ വിടും. ഒന്ന് ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയിട്ട് റൂട്ടൊക്കെ സെറ്റാക്കിയിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ള എന്തായാലും ഇവിടെ എത്തണം. പ്ലാൻ. സമയം ഏകദേശം ഒരു 11:45. മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പം മാപ്പിൽ നോക്കുമ്പം ഇവിടുന്ന് സിറ്റിയിലേക്ക് പോകണം മാപ്പ് നോക്കിയിട്ട്. വിഷയം എന്താ വെച്ചാൽ മാപ്പിൽ നോക്കിയപ്പം ക്ലൈമറ്റ് റെയിനി ക്ലൈമറ്റാണ്. ഇന്നും മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. വേറെ എന്തെങ്കിലും വഴി കാണേണ്ടി വരും. കാരണം എന്തായാലും നാളെ എന്തായാലും ഇന്നത്തെ കൂടെ ഇവിടെ എക്സിറ്റ് ആയിട്ട് നാളെ എന്തായാലും തായ്ലൻഡ് എൻ്റർ ചെയ്യണം. കാരണം നമുക്ക് ലാവോസിൽ കുറച്ച് പരിപാടികളുണ്ട്. ലാവോസിൽ കുറച്ച് വില്ലേജ് എക്സ്പ്ലോർ ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെയുള്ള നമ്മുടെ ഫ്രണ്ടിൻ്റെ ടൈം നോക്കണം. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ വിട്ടേ പറ്റൂ, അതിന് വഴിയില്ല. മഴ പെയ്യുന്നുണ്ട്, അങ്ങനെ കുഴപ്പമില്ല. പിന്നെ ഒരു 1.5 കിലോമീറ്റർ അവിടെ നടക്കണം, എന്നാൽ മാത്രമേ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുള്ളൂ. അങ്ങനെ നടത്തം നീണ്ടു പോയിരിക്കുകയാണ് മക്കളെ. 1.5 കിലോമീറ്ററായി ഇപ്പോഴും നടന്നു കൊടുക്കുന്നുണ്ട്. പിന്നെ ഏതായാലും ഞാനൊരു കാലം തീരുമാനിച്ചു, ഈ ഒരു യാത്രയിൽ മാക്സിമം നടന്നേക്കും. അല്ല, അതാ ഒരു എനിക്ക് നല്ലത്. നമ്മളെ കൊൽക്കത്തയിലെ എപ്പിസോഡിൽ പറഞ്ഞിട്ടില്ലേ, ആൾക്കാരുടെ സൈക്കിൾ രക്ഷ. ഇതാണ് മ്യാൻമറിലെ രക്ഷ ഉണ്ടോ അല്ലേ.
ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് കാണിച്ചില്ല ഒരു സാധനം അമ്പഴങ്ങ പോലത്തെ. അതായത് ഞാൻ ജസ്റ്റ് ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയത് മക്കളെ കിളി പാറിപ്പോയി. അമ്മാതിരി എരിവ്. ഈ മുമ്പിൽ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, ഇതാണ് യങ്കോൺ റെയിൽവേ സ്റ്റേഷൻ. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാൻ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. എനിക്കൊന്ന് ഒരുപാട് കാലത്തെ ചരിത്രമുണ്ട് ഇതിന്. ബിൽഡിംഗ് തന്നെ കണ്ടാൽ മ്യാൻമർ അല്ലെങ്കിൽ ഒരു പുരാതന നഗരമാണ്, ഒരുപാട് ഓർമ്മകൾ ഉള്ള നഗരം. ട്രെയിനൊക്കെ ഫുള്ളായി, വേറെ ഒരു വഴിയില്ല. പിന്നെ പിന്നെയും മഴ പെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഒരു ട്രാവൽ ഏജൻസിയിൽ വന്നിട്ട് ഇവിടുന്ന് ബോർഡറിലേക്ക് ഒരു ബസ്സിന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ശരിക്കും ഇവിടെ വളരെ ചീപ്പാണ് റേറ്റ്. ഏകദേശം വരുന്നത് 20,000 മീൻസ് നാട്ടിലത്തെ ഒരു 500 രൂപ. സോറി, നാട്ടിലത്തെ ഒരു 1000 രൂപ. 1000 രൂപ മാത്രമേ ടിക്കറ്റിൻ്റെ ഫെയർ വരുന്നുള്ളൂ. അതും AC മറ്റേ വലിയ ബസ്സാണ്. സോ ഹാപ്പി. എന്താ പറയുക, നാളെ രാവിലെ ബോർഡർ ഈ ഒരു മ്യാൻമർ അത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. വേറെ ഒന്നും കൊണ്ടല്ല, ഒന്നാമത് എനിക്ക് സുഖമില്ലായിരുന്നു, രണ്ടാമത് ഇവിടെ കുറച്ച് റൂട്ട്സ് ഇഷ്യൂസ് ഉണ്ട്. അത് ഞാൻ ബോർഡർ കടന്നിട്ട് പറഞ്ഞില്ല, ഇപ്പം പറയുന്നില്ല. ഓക്കെ, A few moments later. show me. This is Kerala. Number 1 state in India. Really? Yeah, really. If you go to India next time, you must visit Kerala. This side, never go. This area, Nepal. not good. No good. You go to this area. Busy. Yes, this area. Bengaluru, Kerala, Chennai, only green. This is called God's own country. Proud to be a Malayali. വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.